വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. എനിക്കിന്ന് 24 വയസ്സായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എനിക്ക് ബർത്ത്ഡേ വിഷ് പറയാം. അപ്പോൾ ഇന്ന് സാധാ പ്രത്യേകത ഒന്നുമില്ല, സാധാ ഒരു ദിവസം പോലെ തന്നെ കടന്നു പോകും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്തൊക്കെ ഇന്നത്തെ ബർത്ത്ഡേയുടെ വ്ളോഗ്. അപ്പോൾ ഇന്ന് എനിക്ക് ഓഫീസിൽ പോകണം, ടാഗൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറേ പേര് രാവിലെ തന്നെ എനിക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്, വിഷ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് വിളിച്ചു, കുറച്ച് പേര് മെസ്സേജ് അയച്ച് വിഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ തവണ ബർത്ത്ഡേക്ക് ഞാൻ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ ഒരു വ്ളോഗ് എടുക്കാം എന്ന് വിചാരിച്ച് എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ ദിവസത്തിൻ്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം എങ്ങനെയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത് ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഓഫീസിലായിട്ട് പോവുകയാണ്. രാവിലെ ആയാലും ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കുടയും ചൂടിയാണ് പോകുന്നത്. വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് വീഡിയോയിൽ ഈ കുടയുടെ വള്ളി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മര്യാദക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും കൂടി ആ കുട കുറച്ചും കൂടി നീക്കി വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി വീഡിയോ എടുത്തു. ഞാൻ ഓഫീസിൽ പോകുന്ന വഴി കൂടെ ഒരു വീട്ടിൽ ഞാവൽപ്പഴം നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ വലയൊക്കെ ഇട്ടിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ. ഞാവൽപ്പഴം താഴത്ത് ചാടിപ്പോയെന്നാലും കുറേയൊക്കെ ചാടി പോകുന്നുണ്ട്. നല്ല രസമാണ് താഴത്താടി ഫുൾ നീല കളറായിട്ട് കിടക്കുന്നത്. അങ്ങനെ ഓഫീസിലെത്തി വർക്കൊക്കെ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഓഫീസിലൊരു കൊളീഗ് പോവുകയാണ്. അപ്പോൾ ആളുടെ വകയായിട്ട് ഞങ്ങൾക്ക് ലഡു ഒക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലഡു ഒക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ നിന്ന് ആപ്പിൾ കട്ട് ചെയ്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചു. അങ്ങനെ കഴിച്ച് ഞാൻ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കാറ്റും അതുപോലെ മഴക്കാറൊക്കെ വന്ന് ഫുൾ മൂടി നിൽക്കുകയാണ്. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മഴ അങ്ങോട്ടേക്ക് പെയ്തില്ല. ഈ കാറ്റ് കൊണ്ട് ഫുൾ മഴയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കും ഞാൻ ഓഫിൽ വർക്ക് കഴിഞ്ഞ് എനിക്കൊരു കേക്കും അതുപോലെ ഒരു ഗിഫ്റ്റും ഒരു ഡ്രസ്സായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ എന്താണ് ആ കേക്കിൻ്റെ ഡിസൈൻ എന്നൊക്കെ അറിയാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ ഗിഫ്റ്റും പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സായാലും എനിക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് തന്നെ എനിക്ക് വാങ്ങിച്ച് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് യെല്ലോ കളറ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ആപ്പി വൈകിട്ട് വന്നപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റംബൂട്ടാനാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ചൊക്കെ കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റംബൂട്ടാൻ. അപ്പോൾ അങ്ങനെ കുറേ കഴിച്ചു. അങ്ങനെ ഞങ്ങളിനി കേക്ക് മുറിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പം കട്ട് ചെയ്യുന്ന കേക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേക്ക്, അതുപോലെ നൗഫിലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 കേക്ക് മുറിക്കാം. ഏത് കേക്ക് മുറിക്കണം ഫസ്റ്റ് എന്ന് അറിയാനായിട്ടുള്ള കൺഫ്യൂഷനിൽ ഞാൻ നിൽക്കുകയാണ്. അനിയത്തിയുടെ സർപ്രൈസ് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രിയായി പെട്ടെന്നൊരു കവറിൽ കൊണ്ടുപോയി ഒരാൾ തന്നു. അങ്ങനെ പെട്ടെന്ന് എല്ലാം ഹറി പറയുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു അവളുടെ ഗിഫ്റ്ററിൽ. അവൾ ഹോം മെയ്ഡ് കേക്കാണ് വാങ്ങിച്ചത്. ഞങ്ങൾ മിക്ക സമയത്തും അവിടെ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ കേക്ക്. ഇപ്പോഴത്തെ ഓറഞ്ച് കേക്കാണ് ഞാൻ ഓഫിൽ വാങ്ങിച്ചത്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് മുറിക്കണം. ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടോ, അതെൻ്റെ ഉമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇപ്പോൾ സമയം ഒരു 11:45 കിടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ അത്ര എക്സൈറ്റഡ് അല്ലായിരുന്നു. അപ്പോൾ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും ഓരോരുത്തർ ഓരോ ഗിഫ്റ്റുകളൊക്കെ ആയിട്ട്
വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത്. ചെറിയൊരു എൻ്റെ ബർത്ത്ഡേ ഡേ ഇൻ മൈ ലൈഫായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.